കർണാടക പോലീസിന്റെ ഉന്നതങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വെറുമൊരു ഭരണപരമായ പ്രതിസന്ധിയല്ല, മറിച്ച് അധികാരവും വ്യക്തിജീവിതവും ഡിജിറ്റൽ യുഗത്തിലെ സുരക്ഷാ വെല്ലുവിളികളും തമ്മിലുള്ള സങ്കീർണമായ ഒരു പോരാട്ടത്തിന്റെ അടയാളമാണ്. സംസ്ഥാനത്തെ സിവിൽ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സ്ഥാനത്തിരിക്കുന്ന രാമചന്ദ്ര റാവുവിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വിവാദം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതിച്ഛായയെ മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ പരീക്ഷിക്കുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക വേഷത്തിൽ ഓഫീസിനുള്ളിൽ വെച്ച് ഒരു സ്ത്രീയുമായി അപമര്യാദയായി പെരുമാറുന്നു എന്നാരോപിക്കപ്പെടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതോടെയാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ വരുന്ന ആരോപണങ്ങൾ ഭരണപരമായ അന്വേഷണങ്ങളിൽ ഒതുങ്ങാറുണ്ടെങ്കിലും ഇവിടെ വിഷയം ഡിജിറ്റൽ കൃത്രിമത്വത്തിന്റെയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും പുകമറയിലാണെന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. വൈറൽ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ രാമചന്ദ്ര റാവു ഉയർത്തിയ പ്രതിരോധം വളരെ ശ്രദ്ധേയമാണ്. ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും തന്നെ വ്യക്തിഹത്യ ചെയ്യാനായി ആരോ ബോധപൂർവം നിർമ്മിച്ച മോർഫ് ചെയ്ത വീഡിയോകളാണിതെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇന്നത്തെ സാങ്കേതികവിദ്യയുടെ വളർച്ചയിൽ, പ്രത്യേകിച്ചും AI സാങ്കേതികവിദ്യയും ഡീപ് ഫേക്ക് ദൃശ്യങ്ങളും വ്യാപകമായ കാലത്ത് ഇത്തരമൊരു വാദം തള്ളിക്കളയാനാവില്ലെങ്കിലും ഒരു DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് ഗൗരവകരമായ കാര്യമാണ്. തന്നെ ലക്ഷ്യം വെച്ചുള്ള ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ആസൂത്രിതമായ നീക്കമാണിതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഔദ്യോഗിക പദവിയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന ഇത്തരം ദൃശ്യങ്ങൾ പൊതുമധ്യത്തിൽ എത്തിയത് പോലീസ് സേനയ്ക്കാകെ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥന്റെ സ്വകാര്യതയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയും തമ്മിലുള്ള അതിർവരമ്പുകൾ എവിടെ വെച്ചാണ് ലംഘിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് ഇത് വഴി തുറന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിലപാട് ഭരണകൂടത്തിന്റെ ആശങ്കയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഭരണതലത്തിലെ ഉന്നതർ പങ്കെടുത്ത യോഗങ്ങളിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തന്റെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ വിവാദങ്ങളിൽ അകപ്പെടുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ നേരിട്ട് ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മുഖ്യമന്ത്രി അതീവ ക്ഷുഭിതനാണെന്നും കൃത്യമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തുകൊണ്ടുവരാനും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.